ഹായ്, ഇതെൻ്റെ ശ്വേതക്കുട്ടിയാണേ. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. രാത്രി തൊട്ടായിരുന്നു മഴ. അങ്ങനെ ശ്വേതക്കുട്ടി ഒടിഞ്ഞു പോയി. നല്ല വലിയ ഫ്ലവറായിരുന്നു. നല്ല പൊക്കത്തിൽ പോയിട്ട് നല്ല വലിയ ഫ്ലവറാണ്. നല്ല ഫ്ലവറാണ്. ഇതിപ്പം എൻ്റെ ഒരു കൈയുടെ വലിപ്പമുണ്ട് ഫ്ലവർ. അത്രയ്ക്ക് വലിയ ഫ്ലവറാണ്. നല്ല റോസ് കളറിനകത്ത് ഇങ്ങനൊരു വൈറ്റ് ഷെയ്ഡും കൂടെ വരും. ഫസ്റ്റ് ഡേ ഒക്കെ നല്ല പിങ്ക് ഷെയ്ഡായിട്ടിരിക്കും. പിന്നെ ഇതിപ്പോൾ ഒരു 4-5 ദിവസമായി ഈ ഫ്ലവർ വിരിഞ്ഞിട്ട്. വെയിറ്റെല്ലാം കൂടെ പൂവിൽ തങ്ങിയിട്ട് ഇന്നലത്തെ മഴയത്ത് രാവിലെ നോക്കിയപ്പോൾ ഒടിഞ്ഞു കിടക്കുന്നു. നല്ല ഹൈറ്റിൽ പോയിട്ടുള്ളൊരു പൂവായിരുന്നു. സാധാരണ ഞാൻ സപ്പോർട്ട് കൊടുത്ത് കെട്ടി വെക്കാറുണ്ട്. പക്ഷേ ഇന്നലെ അത് പറ്റിയില്ല. അങ്ങനെ മഴ 2-3 ദിവസം ഇവിടെ നല്ല വെയിലായിരുന്നു. അത് കാരണം മഴ പെയ്യുമെന്നൊരു പ്രതീക്ഷയില്ലാതായിപ്പോയി. ഈ ഒരു പൊക്കത്തിലായിരുന്നു ഫ്ലവർ ചെയ്ത് നിന്നത്. അത് രാവിലെ നോക്കിയപ്പോൾ ഒടിഞ്ഞു പോയി. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഈ ശ്വേത. വാങ്ങി നടാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. ഞാനിതിൻ്റെ ഒരു റണ്ണറാണ് വാങ്ങി നട്ടത്. നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല പിങ്ക് കളറിൽ ആ ഒരു പെറ്റൽസിലൊരു വൈറ്റ് ഷെയ്ഡും കൂടെ വരും. അന്നേരമാണ് അതിൻ്റെ ഭംഗി കൂടുതൽ. നമ്മളിത് ഫസ്റ്റ് ഡേ വിരിയിപ്പിച്ച് നിർത്തുമ്പം പേപ്പർ വെച്ച് പൂവുണ്ടാക്കിയ ആ ഒരു ഫീലാണ്. സാധാരണ താമരകളിൽ നിന്ന് ഒരു വ്യത്യസ്തത എനിക്ക് ഇതിന് തോന്നിയിട്ടുണ്ട്. നല്ല ഫ്ലവറിങ്ങുമാണ്. ആദ്യമൊക്കെ ചെറിയ പൂവാണ്. പിന്നെ പ്ലാന്റ് വലുതാവുന്നതനുസരിച്ച് നല്ല പൊക്കത്തിൽ പോയിട്ട് നല്ല വലിയ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്കൊക്കെ വാങ്ങിച്ച് നടാം. നല്ല ധൈര്യമായിട്ട് വാങ്ങിച്ച് നടാം. നല്ല വെറൈറ്റിയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം.